സതീശനോ ചെന്നിത്തലയോ അതോ കെ.സിയോ? ആരാകും കോൺഗ്രസിലെ മുഖ്യമന്ത്രി? അധികാരം ആർക്കെന്ന് തീരുമാനമാകും മുമ്പേ മുഖ്യമന്ത്രി ആരെന്ന അനൌദ്യോഗിക ചർച്ചകൾ കോൺഗ്രസ് ക്യാമ്പിൽ ചൂടുപിടിച്ചിരിക്കുന്നു. മുഖ്യൻ എറണാകുളത്ത് നിന്നാണോ അതോ ആലപ്പുഴയിൽ നിന്നാണോ, അതുമല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് വരുമോ എന്നതാണ് ഉയർന്നു കേൾക്കുന്ന ചോദ്യം. മെയ് 4-ന് ഫലം വന്ന് 5 മിനിറ്റിനകം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്നാണ് പി സി വിഷ്ണുനാഥ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. പക്ഷേ കണ്ണൂരിലെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പോലും മുൾമുനയിൽ നിന്ന കോൺഗ്രസിന് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ അത്ര എളുപ്പത്തിൽ സാധിക്കുമോ എന്നതിലാണ് ഇനി ആകാംക്ഷ. ഒരു ഭാഗത്ത് പ്രതിപക്ഷ നേതൃസ്ഥാനത്തു നിന്ന് പാർട്ടിയെ നയിച്ച വി.ഡി. സതീശൻ, മറുഭാഗത്ത് പാർട്ടിയിലെ സീനിയർ നേതാക്കളായ രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലും, 3 പേരും പാർട്ടിയിലെ പ്രമുഖർ. പറഞ്ഞ സമയത്ത് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാൻ കഴിയാതിരുന്ന കോൺഗ്രസിന് ഇവരിലൊരാളെ ഫലം വന്നയുടൻ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കാനാകുമോ എന്നതിലാണ് സംശയം. കെ കരുണാകരനും എ.കെ. ആന്റണിയും ഉമ്മൻചാണ്ടിയുമെല്ലാം മുന്നണിയെ നയിച്ചിരുന്ന കാലത്ത് നേരത്തെ പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും അധികാരം ലഭിച്ചാൽ ആരാകും അമരത്ത് എന്ന കാര്യത്തിൽ തർക്കമുണ്ടായിരുന്നില്ല. എന്നാൽ നിലവിൽ അതല്ല സ്ഥിതി. കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ആകെ മൊത്തം മാറിമറിഞ്ഞു. പണ്ട് AI ഗ്രൂപ്പുകളായിരുന്നെങ്കിൽ ഇന്നത് കെ.സി., വി.ഡി., ആർ.സി. എന്ന നിലയിലാണ്. പരസ്യമായി തുറന്നു പറഞ്ഞില്ലെങ്കിലും പാർട്ടിയിൽ പ്രബലരായ 3 കൂട്ടർക്കും മുഖ്യമന്ത്രി പദത്തിൽ മോഹമുണ്ട്. മുഖ്യമന്ത്രി ആരെന്ന പരസ്യമായ ചർച്ചകൾ 3 പേരും തള്ളുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇല്ലെന്ന് 3 പേരും നിലപാടെടുത്തിട്ടുമില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള 3 പേരുടെയും സാധ്യതകൾ എങ്ങനെയെന്ന് കൂടി നോക്കാം. UDF അധികാരത്തിലെത്തിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന സതീശന്റെ ഉറച്ച നിലപാട് മുഖ്യമന്ത്രി കസേര കൂടി ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. സതീശൻ പറഞ്ഞ പോലെ 100 സീറ്റോളം നേടി ഉജ്ജ്വല ജയം UDF നേടിയാൽ അതിന്റെ പൂർണ്ണ ക്രെഡിറ്റ് സതീശൻ അവകാശപ്പെടാം. മുഖ്യമന്ത്രി പദവും ഏറെക്കുറെ ഉറപ്പിക്കാം. സതീശൻ പ്രതിപക്ഷ നേതാവായ ശേഷം നടന്ന തൃക്കാക്കര, പുതുപ്പള്ളി, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വിജയങ്ങൾ, തദ്ദേശ തിരഞ്ഞെടുപ്പിലെ മിന്നും വിജയവും സതീശന് മേൽക്കൈ നൽകും. ഈ വിജയങ്ങളിലെല്ലാം പാർട്ടിയെ നയിച്ചത് സതീശനാണെന്ന വാദം ഉന്നയിച്ചാണ് സതീശൻ അനുകൂലികൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം തന്നെ വരണമെന്ന വാദം മുന്നോട്ട് വെക്കുന്നത്. ഇനി ഒരുപക്ഷെ വലിയ ഭൂരിപക്ഷത്തിലല്ല UDFന്റെ വിജയമെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കും നറുക്കു വീഴാം. മുതിർന്ന നേതാവ് എന്ന നിലയിൽ അമരത്തേക്ക് സതീശനേക്കാൾ പരിഗണന ചെന്നിത്തലയ്ക്ക് കിട്ടിയേക്കാം. സോണിയാഗാന്ധിയുടെ പിന്തുണയും ചെന്നിത്തലയ്ക്കാണെന്നാണ് അദ്ദേഹത്തിന്റെ അനുകൂലികൾ പറയുന്നത്. NSS, SNDP പിന്തുണയും ചെന്നിത്തലയ്ക്കുണ്ട്. സതീശനെ എതിർക്കുന്ന കെ സുധാകരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന ചില കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയും ചെന്നിത്തലയ്ക്കാണ്. ഈ 2 സാധ്യതകൾക്ക് പുറമെ AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ ഡൽഹിയിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമെന്ന ചർച്ചകളും സജീവമാണ്. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൽ ഉടൻ പുനഃസംഘടന വരാനിരിക്കെ അദ്ദേഹത്തെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മാറ്റി പരീക്ഷിക്കാനും സാധ്യതയേറെ. അങ്ങനെയെങ്കിൽ മത്സരരംഗത്തില്ലാത്ത, നിലവിൽ MLA അല്ലാത്ത കെ.സി. മുഖ്യമന്ത്രിയാകും. 6 മാസത്തിനകം ഒരു സിറ്റിംഗ് MLA രാജിവെപ്പിച്ച് ഉപതെരഞ്ഞെടുപ്പിലൂടെ നിയമസഭാംഗത്വം ഉറപ്പിക്കേണ്ടിയും വരും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സംസ്ഥാന നേതൃത്വം ആരെ നിർദ്ദേശിച്ചാലും അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റേതാണ്. ജയിച്ചു വരുന്ന MLA-മാരുടെ പിന്തുണ ആർക്കാണ് എന്നതിനെ അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ. സമീപകാലത്ത് കോൺഗ്രസ് ഭരണം പിടിച്ച സംസ്ഥാനങ്ങളിലെല്ലാം മുഖ്യമന്ത്രിമാരെ തീരുമാനിച്ചത് MLA-മാരുടെ ഭൂരിപക്ഷം നോക്കിയാണ്. രാജസ്ഥാനിലും കർണാടകയിലും തെലങ്കാനയിലും എല്ലാം കണ്ടത് അതാണ്. രാജസ്ഥാനിൽ ജയിച്ചപ്പോൾ PCC പ്രസിഡന്റായി പാർട്ടിയെ നയിച്ചത് സച്ചിൻ പൈലറ്റ് ആയിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയായത് അശോക് ഗെലോട്ടായിരുന്നു. കർണാടകയിലും ഇതായിരുന്നു സ്ഥിതി. DK ശിവകുമാറാണ് പാർട്ടിയെ നയിച്ചതെങ്കിലും മുഖ്യമന്ത്രി പദം കിട്ടിയത് സിദ്ധരാമയ്യയ്ക്ക്. തെലങ്കാനയിലും മാറ്റമുണ്ടായില്ല. MLA-മാരുടെ പിന്തുണയിൽ രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയായി. കേരളത്തിലും ഇതിന് സമാനമായിരിക്കും കാര്യങ്ങൾ. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിലെ ഭൂരിപക്ഷം മുഖ്യനെ തീരുമാനിക്കും. അതിനാൽ ജയിച്ചു വരുന്ന MLA-മാരുടെ പിന്തുണ നിർണായകമാണ്. നിലവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിലെ ഭൂരിഭാഗം പേരും കെ.സി. അനുകൂലികളാണ്. സതീശനുള്ള പ്രധാന വെല്ലുവിളിയും ഇതുതന്നെ. അതേസമയം MP-മാർ ആരും നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ലെന്ന പാർട്ടിയുടെ ഉറച്ച തീരുമാനം കെ.സിയുടെ മോഹങ്ങൾക്ക് വിലങ്ങുതടിയാകും. വലിയ കലാപക്കൊടി ഉയർത്തിയ സുധാകരനെയും അടൂർ പ്രകാശിനെയുമെല്ലാം മത്സരരംഗത്ത് നിന്ന് കേന്ദ്ര നേതൃത്വം മാറ്റി നിർത്തിയത് MP-മാർ ആയതുകൊണ്ടാണ്. പാർട്ടിയുടെ ആ തീരുമാനം എല്ലാ MP-മാർക്കും ബാധകമായതിനാൽ MP-ആയ കെ.സിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുമ്പോൾ മറുപക്ഷത്തു നിന്ന് എതിർപ്പുയരാം. MP-മാർക്ക് മുന്നിൽ നിയമസഭയിലേക്ക് വാതിൽ കൊട്ടിയടച്ച കോൺഗ്രസിൽ ഇനി കെ.സി എങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമെന്നതും ചോദ്യമാണ്. അവിടെയും ഹൈക്കമാൻഡ് തീരുമാനം അന്തിമമാകും. ഏതായാലും തിരഞ്ഞെടുപ്പ് ജയിക്കുന്നതിനേക്കാൾ വലിയ അധ്വാനം മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിൽ കോൺഗ്രസിനുണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്.